പെരുന്നാളിന് പള്ളിയിൽ നിന്ന് ബീഫ് കൊണ്ടും അടിപൊളി ബീഫ് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അതും ചിക്കൻ റോസ്റ്റും പരിപ്പറിയും കൂടി ചോറ്. പിന്നെ ഉച്ചയിട്ട് എനിക്ക് ബാങ്ക് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇവനെ ഉറക്കിയിട്ട് ഉമ്മാടയിൽ ഏൽപ്പിച്ചിട്ട് വേണ്ട നമുക്ക് പോകാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആൾ ഉറങ്ങിയിട്ടാ. പിന്നെ ബാങ്കിക്ക് തന്നെ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ദൂരമുള്ളൂ, നമുക്ക് പോയിട്ട് വേഗം വരാം. അവനാണെങ്കിൽ അങ്ങനെ വാശിയൊന്നും ഇല്ല കേട്ടോ, അവൻ ആരുടെ അടുത്ത് വേണമെങ്കിൽ നിന്നോളൂ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കല്യാണത്തിന്റെ വീട്ടിട്ടപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നൊക്കെ. ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആട്ടാ. പിന്നെ കല്യാണം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മാസമൊക്കെ കഴിഞ്ഞിട്ടാ കല്യാണം നടന്നത്. പിന്നെ അത്ര നാളത്തെ പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം പോയി പെട്രോൾ അടിക്കാട്ടെ ചെയ്തത്, എന്നിട്ടാ ബാങ്കിലേക്ക് പോയത്. നമുക്കാണെങ്കിൽ സമയം തീരെ ഉണ്ടായില്ല കേട്ടോ, അവൻ ഉറക്കത്തിന് എണിക്കുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണമായിരുന്നു. അങ്ങനെ ബാങ്കിൽ പോയി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവന് കരിവള മേടിക്കാൻ വേണ്ടി പോകണമായിരുന്നു കേട്ടോ. ഞാൻ കുറെ ദിവസമായി അവന് ഇടാനായിട്ട് കരിവള മേടിക്കണം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളായിരുന്നു, പിന്നെ അതിന് പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കരിവള മേടിക്കാൻ പോയിട്ടാ. പിന്നെ എനിക്ക് അവന്റെ കൈയുടെ സൈസ് അറിയില്ലായിരുന്നു, അവൻ ഒന്നോരാളുള്ള വള മേടിക്കണം. അപ്പൊ അവിടുത്തെ ചേച്ചി പറഞ്ഞു 90 ദിവസമായി കുട്ടിക്ക് ഈ ഒരു സൈസിലുള്ള വള ഇടാന്ന് കാണിച്ചു തന്നു. ഞാൻ അതും അതിന്റെ ഒരു ചെറിയ സൈസ് മേടിച്ചു, കാരണം ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ പാകായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. അവിടെ നിന്ന് ഇറങ്ങി ടിക്കൻ ഗ്രൂപ്പ് മിറാൻഡ് വാങ്ങിച്ചു കേട്ടാ. പിന്നെ ആള് പോയിട്ട് വന്നപ്പോ ഈ ഒരു പേടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി പുറത്തോട്ട് വരുമ്പോൾ മിഠായോ ഇതുപോലെ മധുരമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണ് ഇതുപോലത്തെ മധുരമുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെത്തനേക്കാളും മുന്നേ ഞങ്ങൾ പൊട്ടിച്ച് തീറ്റ തുടങ്ങി. ഞങ്ങൾ കളി ഫ്രണ്ടിനെ കാണാൻ വേണ്ടി നിൽക്കണേ കേട്ടോ അത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊന്നും ആളുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ ആള് പോയി. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് കടി മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബേക്കറി കയറിയിട്ട് ചായക്കടിയൊക്കെ മേടിച്ച് അവിടുന്ന് പോന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ടാട്ടെ പോന്നേ. കുറച്ച് നേരത്ത് ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞ അവനെ എനിച്ചു, പക്ഷെ കരച്ചിലൊന്നും ഇല്ലാന്ന് പറഞ്ഞേ. ഞങ്ങള് വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കട എന്റെ ഒപ്പം കളിച്ചോണ്ടിരിക്കണേ കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാട്ടോ.